1995 ജൂലൈ മാസം 2-ാം തീയതി. സമയം അർദ്ധരാത്രി 11:30 പിന്നിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ VIP മേഖലയായ ചാണക്യപുരിക്ക് അടുത്തുള്ള അശോക ഹോസ്റ്റൽ പരിസരത്തിലൂടെ കോൺസ്റ്റബിൾ അബ്ദുൾ നസീറും ഹോംഗാർഡ് ചന്ദർപാലും പതിവ് പോലെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ പുകയുടെയും കരിഞ്ഞ മാംസത്തിന്റെയും അതിശക്തമായ പെട്രോളിന്റെയും രൂക്ഷഗന്ധം ഉയർന്നു വന്നത്. അശോക ഹോസ്റ്റലിന്റെ വളപ്പിൽ പ്രവർത്തിച്ചിരുന്ന ബഗിയ എന്ന ഓപ്പൺ എയർ ബാർബേക്യൂ റെസ്റ്റോറന്റിൽ നിന്നാണ് പുക വരുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. രാത്രി വൈകിയ സമയത്ത് അടച്ചിടേണ്ട റെസ്റ്റോറന്റിൽ നിന്ന് വൻതോതിൽ തീയും പുകയും ഉയരുന്നത് കണ്ട് സംശയം തോന്നിയ കോൺസ്റ്റബിൾ അബ്ദുൾ നസീർ റെസ്റ്റോറന്റിന്റെ മതിൽ ചാടിക്കടന്ന് ഉള്ളിലേക്ക് ചെന്നു. അവിടെ അവർ കണ്ട കാഴ്ച ഭീതിജനകമായിരുന്നു. റെസ്റ്റോറന്റിലെ വലിയ തന്തൂർ അടുപ്പിന് മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അടുപ്പിനുള്ളിൽ എന്തോ കത്തിച്ചാമ്പലാക്കാൻ അയാൾ പെട്രോളും വെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പോലീസിനെ കണ്ട മാത്രയിൽ തന്തൂറിന് മുന്നിൽ നിന്നയാൾ കയ്യിലിരിക്കുന്ന പെട്രോൾ ക്യാൻ വലിച്ചെറിഞ്ഞ് ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പോലീസുകാർ അടുപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലായത്. കത്തിക്കൊണ്ടിരുന്നത് മൃഗമാംസമായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ശരീരമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കുറ്റാന്വേഷണ ചരിത്രത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ച തന്തൂർ കൊലപാതകം അഥവാ നൈന സാഹ്നി വധക്കേസിന്റെ തുടക്കമായിരുന്നു അത്. എന്താണ് ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരായിരുന്നു നൈന സാഹ്നി? എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊന്ന് തന്തൂർ അടുപ്പിലിട്ട് കത്തിക്കാൻ സുശീൽ ശർമ്മ മുതിർന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പിന്നൊരു കാര്യം, ഇത് ഞങ്ങളുടെ പുതിയ ഒരു ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് ഫോളോ കൂടി ചെയ്തേക്കണേ. ഈ കേസിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമ്മൾ 1990കളുടെ ആദ്യ പകുതിയിലെ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പോകണം. സുശീൽ ശർമ്മ അന്നത്തെ ഡൽഹി യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ്, രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള, ഭാവിയിൽ ഉന്നത പദവികൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് സുശീൽ ശർമ്മ വളർന്നു വന്നത്. മറുഭാഗത്ത് നൈന സാഹ്നി, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ സജീവമായി രംഗത്ത് വന്ന കഴിവുറ്റ ഒരു യുവതി. രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, ഒരു പൈലറ്റ് കൂടിയായിരുന്നു നൈന. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമിയിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ബുദ്ധിമതിയായ സ്ത്രീ. ഇരുവരും തമ്മിൽ രാഷ്ട്രീയ പരിപാടികൾക്കിടയിലാണ് പരിചയപ്പെടുന്നത്. ഒരു പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. 1992 ഇരുവരും രഹസ്യമായി വിവാഹിതരായി. ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിലുള്ള മാധവ്യ മാർക്കറ്റിലെ ഒരു ഫ്ലാറ്റിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത്. എന്നാൽ ഈ വിവാഹം ഒരു വലിയ രഹസ്യമായി സൂക്ഷിക്കാനാണ് സുശീൽ ശർമ്മ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടെന്നാൽ തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഈ വിവാഹബന്ധം തടസ്സമാകുമെന്ന് അയാൾ ഭയന്നു. പുറത്തു നിന്നുള്ളവർക്ക് മുന്നിൽ നൈന കേവലം ഒരു പാർട്ടി പ്രവർത്തക മാത്രമായിരുന്നു. പക്ഷേ കാലക്രമേണ ഇവർക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉടലെടുത്തു. ഇതിന് പ്രധാന കാരണം സുശീൽ ശർമ്മയുടെ കടുത്ത സംശയരോഗവും നൈനയുടെ മേലിലുള്ള അമിത നിയന്ത്രണങ്ങളുമായിരുന്നു. നൈനയ്ക്ക് ഫോണിൽ വരുന്ന കോളുകൾ, അവർ ആരുമായി സംസാരിക്കുന്നു, എവിടെ പോകുന്നു എന്നതെല്ലാം സുശീൽ അതീവ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. സുശീൽ ശർമ്മയുടെ സംശയത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നൈനയുടെ പഴയ സുഹൃത്തും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന മത്ലൂബ് കരീം. നൈനയ്ക്ക് മത്ലൂബുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്ന് സുശീൽ ഉറപ്പിച്ച് വിശ്വസിച്ചു. നൈനയെ തന്നിൽ നിന്ന് അകറ്റാൻ മത്ലൂബ് ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾ ഭയന്നു. ഇതിന്റെ പേരിൽ ഫ്ളാറ്റിൽ വെച്ച് ദിവസവും വഴക്കുകൾ പതിവായി. നൈനയെ വീടിന് പുറത്തിറങ്ങാൻ പോലും സുശീൽ അനുവദിച്ചിരുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി തടയപ്പെട്ടു. വിവാഹബന്ധം പരസ്യമാക്കാത്തതിലും സുശീലിന്റെ കടുത്ത സംശയത്തിലും മടുത്ത നൈന ഈ ബന്ധം അവസാനിപ്പിച്ച് ഇന്ത്യ വിട്ടുപോയി ഓസ്ട്രേലിയയിൽ സ്ഥിര താമസമാക്കാൻ ആഗ്രഹിച്ചതായി പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. അവർ വിസയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നൈനയുടെ ഓരോ ഫോൺ കോളുകളും ചോർത്താൻ സുശീൽ ഫ്ളാറ്റിലെ ലാൻഡ് ലൈൻ ഫോണിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. 1995 ജൂലൈ 2 വൈകുന്നേരം അന്ന് സംഭവിച്ച ആ ചെറിയ സംഭവം ഒടുവിൽ ഇന്ത്യയെ നടുക്കിയ വലിയ കൊലപാതകമായി കലാശിക്കുകയായിരുന്നു. രാത്രി ഏകദേശം 7:30 സുശീൽ ശർമ്മ ഗോൾ മാർക്കറ്റിലെ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തുന്നു. വാതിൽ തുറന്നു ഉള്ളിൽ കടന്ന അയാൾ കാണുന്നത് നൈന ഫോണിൽ സംസാരിച്ചുകൊണ്ട് മദ്യപിക്കുന്നതാണ്. സുശീലിനെ കണ്ടതും നൈന പെട്ടെന്ന് ഫോൺ റിസീവർ താഴെ വെച്ചു. ഇത് കണ്ട സുശീലിന്റെ നിയന്ത്രണം വിട്ടു. അയാൾ ഓടിച്ചെന്ന് ഫോണിന്റെ റീഡയൽ ബട്ടൺ അമർത്തി. മറുതലയ്ക്കിൽ ഫോൺ എടുത്തത് മറ്റാരുമായിരുന്നില്ല, മത്ലൂബ് കരീമായിരുന്നു. ഇതോടെ സുശീൽ ശർമ്മയ്ക്ക് കോപം അടക്കാനായില്ല. താനില്ലാത്ത സമയത്ത് നൈന മത്ലൂബുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് അയാൾ ഉറപ്പിച്ചു. ഇരുവരും തമ്മിൽ അതിശക്തമായ വഴക്കുണ്ടായി. വില്ലനായി മാറിയ ആ നിമിഷത്തിൽ സുശീൽ തന്റെ കൈവശമുണ്ടായിരുന്ന എക്സെപ്ഷൻ ലൈസൻസ് ഉള്ള
.32 ബോർ അർമീനിയസ് റിവോൾവർ പുറത്തെടുക്കുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അയാൾ നൈനയ്ക്ക് നേരെ വെടിയുതിർത്തു. ആദ്യ വെടിയുണ്ട നൈനയുടെ തലച്ചോറിലും രണ്ടാമത്തെ വെടി കഴുത്തിലും തുളച്ചു കയറി. രക്തത്തിൽ കുളിച്ച നൈന ഫ്ളാറ്റിൽ തറയിലേക്ക് വീണു. ഏതാനും നിമിഷങ്ങൾക്കകം നൈന സാഹ്നി എന്ന 29-കാരിയുടെ ജീവൻ വേർപിരിഞ്ഞു. കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോഴാണ് സുശീൽ ശർമ്മയ്ക്ക് താൻ ചെയ്ത കുറ്റത്തിന്റെ ആഘാതം മനസ്സിലായത്. ഇനി എങ്ങനെ രക്ഷപ്പെടും? ശവം എങ്ങനെ ഒഴിവാക്കും? അയാൾ മൃതദേഹം ഒരു വലിയ ബാഗിലാക്കി താഴേക്കിറക്കി കൊണ്ടുവന്നു. തന്റെ മാരുതി കാറിന്റെ ട്രങ്കിൽ കയറ്റി. തെളിവ് അവശേഷിപ്പിക്കാതെ മൃതദേഹം കത്തിച്ചു കളയുക എന്നതായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ യമുന നദിയിൽ മൃതദേഹം തള്ളാനായിരുന്നു സുശീൽ ആലോചിച്ചത്. എന്നാൽ നദീതീരത്ത് പോലീസിന്റെ കർശന പരിശോധന കണ്ടതോടെ അയാൾ പ്ലാൻ മാറ്റി. തുടർന്നാണ് അയാൾ അശോക ഹോസ്റ്റൽ വളപ്പിലെ ബഗിയ റെസ്റ്റോറന്റിലേക്ക് കാർ തിരിച്ചുവിട്ടത്. സുശീൽ ശർമ്മയ്ക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പങ്കാളിത്തം ഉണ്ടായിരുന്ന റെസ്റ്റോറന്റ് ആയിരുന്നു അത്. അവിടെ മാനേജറായിരുന്ന കേശവ് കുമാർ സുശീലിന്റെ വിശ്വസ്തനായിരുന്നു. രാത്രി 11 മണിയോടെ സുശീൽ ബഗയിലെത്തി. കേശവ് കുമാറിനെ കണ്ട് കോൺഗ്രസിന്റെ ചില ബാഗുകളും പോസ്റ്ററുകളും കത്തിക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ തന്തൂർ അടുപ്പ് കത്തിക്കാൻ കേശവിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇരുവരും ചേർന്ന് കാറിന്റെ ട്രങ്കിൽ നിന്ന് നൈനയുടെ മൃതദേഹം അടങ്ങിയ ചാക്ക് പുറത്തെടുത്ത് തന്തൂർ അടുപ്പിലേക്ക് തള്ളി. പക്ഷേ മനുഷ്യ ശരീരം പെട്ടെന്ന് കത്തിത്തീരില്ലായിരുന്നു. മൃതദേഹം വേഗത്തിൽ കരിയാൻ വേണ്ടി സുശീലും കേശവും ചേർന്ന് അവിടെയുണ്ടായിരുന്ന വെണ്ണയും വൻതോതിൽ പെട്രോളും തന്തൂറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതാണ് വിനയായത്. വെണ്ണയും പെട്രോളും മനുഷ്യ ശരീരവും ഒന്നിച്ച് കത്തിച്ചപ്പോൾ കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അതിശക്തമായ പുകയും ദുർഗന്ധവും പടർന്നു. ഈ പുക കണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കോൺസ്റ്റബിൾ അബ്ദുൾ നസീർ അങ്ങോട്ടേക്ക് എത്തിയത്. പോലീസ് മതിലിനു മുകളിലൂടെ വരുന്നത് കണ്ട സുശീൽ ശർമ്മ കേശവിനെ അവിടെ ഉപേക്ഷിച്ച് ഇരുട്ടിലേക്ക് ഓടിപ്പോയി. കേശവ് കുമാറിനെ പോലീസ് സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി. അടുപ്പിൽ നിന്ന് ഭാഗികമായി കരിഞ്ഞ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അത് ഡൽഹിയെ നടുക്കിയ വലിയൊരു കേസിന്റെ തുടക്കമാണെന്ന് പോലീസ് പോലും കരുതിയിരുന്നില്ല. സംഭവം നടന്നതോടെ സുശീൽ ശർമ്മ ഡൽഹിയിൽ നിന്ന് മുങ്ങി. രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് കടന്ന അയാൾ അവിടെ നിന്നും അജ്മീറിലേക്കും പിന്നീട് ചെന്നൈ വഴി ഒടുവിൽ ബാംഗ്ലൂരിലും എത്തി. രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒളിവിൽ കഴിയുക ആയിരുന്നു അയാളുടെ ശ്രമം. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വലിയ തരംഗമായി. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയെ പോലും പ്രതിക്കൂട്ടിലാക്കിയ സംഭവമായി ഇത് മാറി. ഒടുവിൽ ജൂലൈ 10 കൊലപാതകം നടന്ന 8-ാം ദിവസം ബാംഗ്ലൂർ പോലീസിന് മുന്നിൽ സുശീൽ ശർമ്മ കീഴടങ്ങി. പക്ഷേ കേസിന്റെ യഥാർത്ഥ വെല്ലുവിളി അവിടെ തുടങ്ങുകയായിരുന്നു. തന്തൂറിലിട്ട് കത്തിച്ചതിനാൽ മൃതദേഹം പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു. പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. അടുപ്പിൽ കണ്ടെത്തിയത് നൈന സാഹ്നിയുടെ മൃതദേഹമല്ല, അത് മറ്റാരുടെയോ ആണ്. സുശീൽ ശർമ്മയെ കെട്ടിച്ചമച്ച കേസിൽ കുടുക്കുകയാണ്. ഇവിടെയാണ് ഡൽഹി പോലീസ് ചരിത്രപരമായ ഒരു നീക്കം നടത്തിയത്. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതക കേസിന് ശാസ്ത്രീയ തെളിവിനായി DNA പരിശോധന ഉപയോഗിച്ചു. ഹൈദരാബാദിലെ സെന്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യുലർ ബയോളജിയിലെ ഡോക്ടർ ലാൽജി സിംഗിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. നൈന സാഹ്നിയുടെ മാതാപിതാക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് തന്തൂറിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കി. പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ 100% സ്ഥിരീകരിക്കപ്പെട്ടു. കൊല്ലപ്പെട്ടത് നൈന സാഹ്നി തന്നെയായിരുന്നു. കൂടാതെ പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിൽ നിന്ന് 2 വെടിയുണ്ടകൾ കണ്ടെത്താനായി. സുശീൽ ശർമ്മയുടെ തോക്കിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ടകളുമായി ഇവ കൃത്യമായി മാച്ച് ചെയ്തു. നീണ്ട 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം 2003 ഡൽഹി സെഷൻസ് കോടതി സുശീൽ ശർമ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. റെസ്റ്റോറന്റ് മാനേജർ കേശവ് കുമാറിന് ജീവപര്യന്തം തടവ് ലഭിച്ചു. 2007 ഡൽഹി ഹൈക്കോടതിയും ഈ വധശിക്ഷ ശരിവച്ചു. എന്നാൽ 2013 കേസ് സുപ്രീം കോടതിയിലെത്തി. കേസിന്റെ ക്രൂരത സമ്മതിച്ചെങ്കിലും സുശീൽ ശർമ്മയ്ക്ക് മുൻകാല കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ലെന്നും ഇത് വ്യക്തിപരമായ വൈരാഗ്യം മൂലം സംഭവിച്ചതാണെന്നും വിലയിരുത്തി സുപ്രീം കോടതി ജീവപര്യന്തം തടവായി കുറച്ചു. ഒടുവിൽ 23 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2018 ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവിലൂടെ സുശീൽ ശർമ്മ ജയിലിൽ നിന്ന് പൂർണ്ണമായി മോചിതനായി. നൈന സാഹ്നി വധക്കേസ് ഇന്ത്യയിലെ കുറ്റാന്വേഷണ രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിവെച്ചു. ഫോറൻസിക് സയൻസിനും DNA തെളിവുകൾക്കും ഇന്ത്യൻ കോടതിയിൽ എത്രത്തോളം പ്രാധാന്യം നൽകണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ കേസ് മാറി. സംശയവും അസൂയയും വളർന്ന് ഒരു മനുഷ്യനെ എത്രത്തോളം ഭയാനകമായ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാം എന്നതിന്റെ ദുരന്തപൂർണമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള ക്രൈം സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.